ഞങ്ങളുടെ വികാരമുള്ള വികാരിയച്ഛനെ മാത്രം കുറ്റം പറയുന്നത് ശരിയാണോ? പകൽ മേടയിലിരുന്ന് വെള്ളമടിയും രാത്രികാലങ്ങളിൽ തൻ്റെ പോൾവാൾട്ടുമായി അടുത്ത വീടുകളിൽ പോൾവാൾട്ട് ചാട്ടവും ഞായറാഴ്ച കുർബാന കളിയും നടത്തുന്ന മലങ്കര കത്തോലിക്ക സഭയിലെ ഒരു മലങ്കരമൂരി പോൾ നിലയ്ക്കലിൻ്റെ വിക്രസുകൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ITV ന്യൂസ് നൽകിയിരുന്നു. തനിക്ക് നന്നായി അടുത്തറിയാവുന്ന പാതിരിയെ മാത്രം എന്തിനു കുറ്റപ്പെടുത്തുന്നു എന്ന പരാതിയുമായി ITV ന്യൂസിലേക്ക് വിളിച്ച ഒരു വീട്ടമ്മയുടെ പ്രതികരണം കേൾക്കുക. സുനിൽ സാറല്ലേ? അതെ, ITV ന്യൂസ് സാറിന്റെ എല്ലാ ചാനലിൽ ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. ഇന്നലെ സാറ് പറഞ്ഞു ഇന്ന് 10 മണിയാവും കേൾക്കാമെന്ന്. ഞാനത് കേട്ടോണ്ടിരിക്കുവായിരുന്നു. സാർ എപ്പോഴും പുരുഷന്മാരെ തന്നെ കുറ്റം പറയുന്നു, അച്ഛനെ തന്നെ. ഈ ഒരു സിസ്റ്റർ നമ്മൾ പ്രാങ്കോയുടെ കാര്യം പറഞ്ഞപ്പം കേട്ടില്ലേ സാറേ? 13 പ്രാവശ്യം ബലാത്സംഗം ചെയ്തെന്ന്. ഒരു സ്ത്രീയെ ഒരു പ്രാവശ്യമല്ലേ ബലാത്സംഗം ചെയ്യുള്ളൂ? 13 പ്രാവശ്യം ബലാത്സംഗം ചെയ്യുമോ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഈ സ്ത്രീ എല്ലാ കാര്യങ്ങളും ചെന്ന് അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ, ഈ സ്ത്രീകളെ തോളിൽ തട്ടിയപ്പോൾ ഈ തോളിനെ തട്ടെടുത്തിട്ട് പുറത്തിറങ്ങി ഇയാളോട് പറഞ്ഞാൽ ഇയാൾ പിന്നെ ഇവരുടെ സ്വർണമോ ഇവരുടെ പണമോ നഷ്ടമാകുമോ? സാർ, എനിക്ക് എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നറിയാമോ? ഞാൻ പുറത്തുനിന്ന് ഒരൊരാളോട് ഒരു പ്രാവശ്യമേ പറയുള്ളൂ. ഈയിടയിൽ ഞാൻ ഇത്രയും പ്രായമായി, എൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, ഞാൻ സാമാന്യം നന്നായിട്ട് ജീവിക്കുന്നു. അല്ല, കൂടുതൽ ഒരു പാഴ്സണലും ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ പോയിട്ടില്ല. ഒരു പാഴ്സണലും അച്ഛനെ പ്രൈവറ്റ് ആയിട്ട് കാണാൻ പോയിട്ടില്ല. ഞാൻ അച്ഛനെ ബഹുമാനത്തോട് സ്നേഹത്തോട് കാണും. ഇന്ന് വരെ അച്ഛനും നല്ല രീതിയിൽ എന്നോട് ഇടപെട്ടിട്ടുള്ളൂ. ഇന്ന് വരെ അങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുന്നു. പക്ഷെ ഈയിടെ എനിക്കൊരു ഫോൺ കോള്, ഞാൻ നിങ്ങളുടെ സഭയിലെ ഒരു അച്ഛനാണ്, എനിക്കൊരു 800 രൂപയുടെ കുറവ്, ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുക, എനിക്കൊരു 800 രൂപ അയച്ചു തരുമോന്ന് ഞാൻ ചോദിച്ച. അച്ഛനോ? അതെ, ഞാൻ അച്ഛനാ. അപ്പൊ ഞാൻ ഞങ്ങളുടെ ഇടവിൽ അച്ഛന്റെ പേര് പറഞ്ഞു. ഈ അച്ഛൻ? അതെ, ഈ അച്ഛൻ. എന്തായാലും അച്ഛന്റെ അച്ഛനല്ല എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പെട്ടെന്ന് നിർത്തി. ഞാൻ ശകലം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ഇതാരാ? ഞാനൊരു പാസ്റ്ററാ. ഇപ്പൊ അച്ഛനായിരുന്നല്ലോ, ഇപ്പം പിന്നെ പാസ്റ്ററോ? അപ്പൊ പറഞ്ഞു, ഞാൻ വേറൊരാടി കൊടുത്തു, ആ ആൾ അച്ഛനാന്ന് പറഞ്ഞായിരിക്കുമെന്ന്. ഞാൻ എൻ്റെ പഠിച്ച 56 ഭാഷയുണ്ടെന്നാ പറഞ്ഞു. 56 ഭാഷ അതുപോലെ ആരും പറയാത്ത തെറി ഞാൻ അവനെ അങ്ങ് വിളിച്ചു. എനിക്ക് മോനുണ്ടാ, ഞാൻ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോവാടാന്ന് പറഞ്ഞു. അവൻ നമ്പരും വലിച്ചുകൊണ്ട് സ്ഥലം വിട്ടു. ഇപ്പോഴവിടെ തീർന്നു. അതുപോലെ തന്നെ ഈ ഫോൺ നമ്പർ തിരിച്ചു വിളിച്ചെന്ന് പറയുമ്പോൾ സാർ, ആ ഫോൺ നമ്പർ എനിക്കൊരു അനുഭവം. അടുത്തരെ ഒരാളൊരു കേസ് കേട്ടുകൊണ്ട് ഒരു വിധവയായ ഒരു സ്ത്രീ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആ പോലീസുകാർ പറഞ്ഞു, ഞങ്ങളെല്ലാം കൂടണ്ട്, എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ വരാം, എന്ത് സഹായത്തിനും വരാമെന്ന് പറഞ്ഞു. ആ രാത്രിയിലെ ഇവിടെ ഒറ്റയ്ക്കുള്ള സ്ത്രീയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പോലീസുകാരൻ രാത്രി സഹായത്തിന് അങ്ങോട്ട് ചെല്ലാമെന്ന് പറയുകയാണ്. പിന്നെ ആ പോലീസുകാരിൽ നിന്ന് അനുഭവം ഇങ്ങോട്ട്. അപ്പൊ എൻ്റെ ഒരു സുഹൃത്തെന്ന നിലയിൽ ആ സ്ത്രീ എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ പോണൊക്കെ ഇരിക്കുന്ന എന്തുവാന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞേടി, ഒരു രക്ഷയില്ല, പോലീസുകാരുടെ കളിക്കണ്ട. പോലീസുകാർ കളിച്ചാൽ നിനക്കേ ഉള്ളു. ഇല വന്ന് മുള്ള വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഇലക്കേ ഉള്ളു. നീ ഒന്നും പറയണ്ട, നിനക്ക് അവരോട് കളിക്കാൻ ഒക്കുകയല്ല. അതുകൊണ്ട് നീ ആ ഫോൺ നമ്പർ അങ്ങ് മാറ്റി എടുക്കാൻ പറഞ്ഞു. ആ ഫോൺ നമ്പർ മാറ്റി. അതോടെ ആ പ്രശ്നം തീർന്നു. ഇവരുടെ അടുക്ക് ചെന്ന് ഇവരുടെ ഫോൺ നമ്പർ കൊടുത്തു. ഫോൺ നമ്പർ നിരന്തരമായി വിളിക്കുമ്പോൾ ആ ഫോൺ നമ്പർ മാറ്റി എടുക്കേണ്ടതിന് വീണ്ടും സ്വർണവും. 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പോലും, ഒരു തിരുമേനയുടെ അടുത്ത് പോലും തനിച്ചു വിടരുതെന്ന്. എന്തിന് പിന്നെ ഈ സ്ത്രീ ഇത്രയും ഇത് പറയാൻ? അച്ഛനാണോ എല്ലാത്തിന്റെയും പരിഹാരം ഉണ്ടാക്കുന്നത്? ഇത്രയും പറഞ്ഞ് ഞാൻ വിശദമായിട്ട് കേട്ടു. ഇപ്പൊ ഈ സ്ത്രീ പൂർണ്ണമായും തെറ്റുകാരിയാണ്, സ്ത്രീ മാത്രമാണ് തെറ്റുകാരി എന്നും വെക്കുക. ഈ പുരോഹിതൻ ചെയ്തത് ശരിയാണോ? അല്ലല്ല, ഞാൻ പറയത്തില്ല സാറേ. ഞാൻ പുരോഹിതൻ ചെയ്ത് ഒരിക്കലും നന്നാന്ന് ഞാൻ പറയത്തില്ല. നമ്മൾ വിശ്വാസികൾ എന്ന് പറയുന്നത്, അതായത് ഒരു ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാടുകളായ നമ്മൾ പലതരം തെറ്റുകൾ ചെയ്യാം. തെറ്റുകളിലേക്കും വീഴ്ചകളും ഒക്കെ സംഭവിക്കാൻ പറ്റാവുന്ന ബലഹീനരും പാപികളുമാണ് നമ്മൾ എന്നാണ് ഇവർ പറഞ്ഞു പഠിപ്പിക്കുന്നത്, അല്ലേ? തെറ്റിലേക്ക് ഏത് നിമിഷം വീഴാൻ പറ്റാവുന്ന ആൾക്കാരാ. അതൊരു അപ്രകാരമുള്ള ഒരു കുഞ്ഞാടുകളെ നയിക്കുന്ന ഒരു ഇടയനാണെന്നാണ് വെപ്പ്. ആര്? ഈ നൈറ്റ് ഇട്ട് നിൽക്കുന്നവന്മാര്. അത് ചുവന്നതാണേലും വെള്ളയാണേലും ഇവന്മാർ ഇടയന്റെ സ്ഥാനത്താണ് നമ്മൾ ക്രൈസ്തവ സമൂഹം കൊടുക്കുന്നത്. പിന്നെ ഒരു ബഹുമാനത്തോടെ അന്നേരം ആ ഒരു ഇടയന്റെ അടുത്ത് ഒരാട് ഒരു പ്രശ്നവുമായി ഒരു ബുദ്ധിമുട്ടുമായിട്ട് വന്നാലും അവര് ചപലത കാണിച്ചാലും, ഇപ്പൊ നമ്മുടെ മുന്നിൽ നമ്മൾ അപ്പന്റെ സ്ഥാനം നിൽക്കുക, നമ്മുടെ താഴെയുള്ളവര് അല്ലെ നമ്മൾ നയിക്കുന്നവര് ഒരു ചപലതകളുമായി നമ്മുടെ മുന്നിൽ വന്നാലും മകളെ അരുത്, അതങ്ങനല്ല. ഏത് വികാരത്തോടുകൂടി വന്ന ഒരു പെണ്ണിനോടാണേലും ഈ ഒരു മോഡിൽ ഒരു പുരുഷൻ എന്ന് പറയുകയാണ്, അത് പാടില്ല. നമ്മൾ തമ്മിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ പാടില്ല, ഇത്തരം വേഷം നമ്മൾ തമ്മിൽ പാടില്ല, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് അവരെ സ്നേഹപുരസ്കാരം പറഞ്ഞാൽ അവർക്ക് ഇവരോടുള്ള ബഹുമാനം കൂടുവോ വെറുപ്പ് കൂടുവോ?
ബഹുമാനം കൂടും സാർ. കൂടത്തിൽ സാറേ അങ്ങനെ അങ്ങനെ പല പ്രാവശ്യം ആ ഇവിടെ ഒരു നിലയിലേക്കല്ല ഈ വൈദികൻ ഉയരേണ്ടത്. സത്യമാണ് ഇപ്പൊ ഞങ്ങൾ ഇത് വാർത്ത ചെയ്യാൻ കാരണം ഇവൻ മദ്യപിച്ച്, ഓർക്കണം, അന്നു സാറേ പള്ളിമേടയിൽ ഇരുന്ന് ഇവൻ സാറ് തന്നെ മദ്യപിച്ച്, അല്ലെ ഇവരെ നമ്മൾ ന്യായീകരിക്കത്തില്ല ഒരിക്കലും. അത് ചോദിക്കുന്നുണ്ടല്ലോ, പള്ളിമേടയിൽ എന്തിനാണ് പോയത് കുമ്പസാരിക്കാൻ. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ ഒരു കാര്യം ഉദ്ദേശം പറഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, എവിടെ ആയിക്കോട്ടെ, അവൻ പള്ളി ആയിക്കോട്ടെ, പള്ളിക്കൂടം ആയിക്കോട്ടെ, ഏത് മേഖലകളും ആയിക്കോട്ടെ, ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ ഒരു ഏത് മേഖലകളിലും ഇടകി ജോലി ചെയ്യുമ്പോൾ ഒരവസരം ഒരുത്തനോ ഒരുത്തിക്കോ കിട്ടിയാൽ അത് ഏത് തരത്തിലും ചൂഷണം ചെയ്യാൻ ആരും ശ്രമിക്കും. ആരെ സംബന്ധിച്ചിടത്തോളം അവൻ പാതിരി ആയിക്കോട്ടെ, ബിഷപ്പ് ആയിക്കോട്ടെ, അത് ഓരോരുത്തരുടെയും സംസ്കാരവും അവരുടെ കുടുംബ പശ്ചാത്തലവും ഓരോരുത്തരുടെയും സ്വഭാവവും അനുസരിച്ചിട്ടാണത്. ചിലയിടത്ത് ഇറക്കിയാൽ നടക്കും, ചിലരുടെ അടുത്ത് നടക്കത്തില്ല. പക്ഷെ അങ്ങനെ പലരും പലതരത്തിലുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. നമ്മുടെ ഒരു കുടുംബ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കത്തില്ല ആ സ്ത്രീയുടേത്, ആ സ്ത്രീയുടെ കുടുംബ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കത്തില്ല എന്റേത്. അന്നേരം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ കണക്കുകൂട്ടലുണ്ട്. നമ്മളിപ്പോ ഒരാളെ സമീപിക്കുന്നത്, അത് സാറ് എന്നെക്കാൾ ഇച്ചിരി വിദ്യാഭ്യാസം വിവരമൊക്കെ ഉള്ള സ്ത്രീയാണ്. ഏത് അടിസ്ഥാനത്തിലാണ് സാറേ? സാറിന്റെ ഇത്രയും പ്രസംഗങ്ങൾ കേട്ടു, ഈ തൊഴിലാളികൾക്ക്, കൂതാശ തൊഴിലാളികളെ എന്താ പിന്നെ ഒരുപാട് എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു 3 ലക്ഷം എത്രയോ ലക്ഷം കൊടുത്ത് ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 100% ഈ സ്ത്രീ തെറ്റുകാരിയാണെന്ന് തന്നെ വെച്ചാൽ, ഞാൻ ചോദിക്കുന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ. നമ്മൾ ഇതിനെ വാർത്തയാക്കുന്നതിന് ദിവസം ഇതുപോലത്തെ ആയിരക്കണക്കിന് 10,000-കണക്കിന് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു സഭയിലെ ഒരു വൈദികൻ എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് അയാളുടെ മ്ലേച്ഛതകളും അയാളുടെ ഒക്കെ വിളിക്കുന്ന തെറിയും അയാളുടെ ആ സംസാരങ്ങളും അയാളുടെ കാട്ടായങ്ങളും അയാളുടെ വൈകൃതങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഇവൻ നിന്ന് കുർബാന കളിക്കുന്നതാണ് നമുക്ക് പ്രശ്നം. ഇവൻ എന്തു ആയിക്കോട്ടെ. കഴിഞ്ഞ സാറ് കാണിച്ചു, വണ്ടി ഓടി റോഡിൽ കൂടെ പോയി കുടിച്ച് വലിയ മദ്യക്കുപ്പികളും ഒക്കെ ഇട്ട് ഞായറാഴ്ച ഇവന്റെ മുന്നിൽ നിന്നാണ് നമ്മൾ പോയി കൈകൊപ്പി നിന്ന് മുട്ടുകൊത്തി നിന്ന് കുമ്പസാരിക്കുന്നതും കുർബാന കൈക്കൊള്ളുന്നതും ഒക്കെ ഇവന്റെ മുന്നിലാണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതൊക്കെ അത് ലോകത്തോട് അറിയിക്കണം. അങ്ങനെ ഗോവിന്ദച്ചാമിയുടെ അടുത്ത് മുന്നിൽ പോയി നമ്മൾ ഇത് ചെയ്താൽ പോരെ, കുമ്പസാരിച്ചാ പോരെ? അത്രേ ഉള്ളൂ സാറേ. അതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. സാറ് പറഞ്ഞ 100%. അന്നേരം അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ എടുത്താൽ മതി. ആ സ്ത്രീ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇൻസിഗ്നിഫിക്കന്റാ. കാരണം ആ സ്ത്രീയുടെ ഭാഗത്ത് തെറ്റുണ്ടാവാം, ശരിയുണ്ടാവാം, അതല്ലെങ്കിൽ ഉണ്ടാവാം. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഒരു വിശ്വാസി, ഒരു ഇടവകയിൽ തന്നെയുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും ഈ ഒരു വൈദികനെ ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ ഒരു വിശ്വസിക്കുന്ന ഈ പ്രസ്ഥാനങ്ങളൊക്കെ. എനിക്ക് എന്തുപോലെ അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് സാറേ. എന്റെ ബന്ധു തന്നെ ഒരുപാട് ശ്രമിച്ചു. ഞാൻ ആകുന്നിടത്തോളം ഞാൻ എന്റെ ഹസ്ബൻഡിനോടും ആ പുള്ളിയുടെ ഭാര്യയോടും പറയാതിരിക്കാൻ ശ്രമിച്ചു. ഒടുവിലെ അവരെന്തായാലും എന്നെ കൊണ്ടേ പോവുള്ളെന്ന് തീരുമാനിച്ചെടുത്തു. ഞാൻ ഓർത്ത് ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരികയും പോവുകയും പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് ക്ഷമിച്ചിട്ടും ഒരു രക്ഷയില്ലാഞ്ഞപ്പോ ഒരു ദിവസം കാത്തിരുന്ന് ഞാൻ അവനെ മടല് കൊണ്ട് ഓടിച്ചു വിട്ടു. ഇന്ന് വരെ ഇപ്പോൾ ഒരു 15 വർഷം വരെ അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ നമ്മളെ എന്ത് അന്നേരം നമ്മള് പുറത്ത് ഒറ്റ നമ്മുടെ ഇതില്ലാതെ ഒരിക്കലും നമ്മളെ ഒന്നും ചെയ്യില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള അവള് മടലെടുക്കുകയോ പിച്ചാത്തി എടുക്കുകയോ ഒന്നും വേണ്ട. ഒരു ഒറ്റ നോട്ടത്തിൽ അവൻ എത്ര ഞരമ്പ് രോഗി ആയിക്കോട്ടെ, അവൻ എത്ര കാമഭ്രാന്തനായിക്കോട്ടെ, ഒരു സ്ത്രീയുടെ ഒരൊറ്റ നോട്ടത്തില് തന്നെ ഏതവനും നിലയ്ക്ക് നീക്കൊണ്ട് നിൽക്കും. നമ്മുടെ സാറേ, നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത്രയും ഇത് പുറത്ത് പറയാതിരുന്നത്. കുറച്ചൊക്കെ നമ്മൾ സഹിച്ച് നമ്മൾ വാക്കുകൊണ്ട് മാത്രം നമ്മളോട് പറഞ്ഞുള്ളൂ. ഇതുകൊണ്ട് ഒരു അണിവരൽ കൊണ്ടുപോലും നമ്മുടെ ദേഹത്ത് തൊട്ടിട്ടില്ല. അതൊരു സത്യം. അപ്പൊ നമ്മളോട് നമ്മുടെ അനുവാദത്തോട് മാത്രമേ പോവുള്ളൂ പറഞ്ഞു. അപ്പൊ ആ അനുവാദത്തോട് മാത്രം ഒക്കുകയല്ലെന്ന്, ഇവനോട് നേരെ നിൽക്കാൻ ഒക്കുകയല്ലെന്നാണ് ഇപ്പൊ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞതിന് ശേഷം ഞാൻ നേരെ നിന്നു. ഇന്ന് വരെ എനിക്ക് ഒരു മനുഷ്യരിൽ നിന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഒരൊറ്റ വാക്ക്, പുറത്തുള്ളവരെ, നമ്മൾ സ്വന്തപ്പെട്ടവർ, കുടുംബത്തിൽ ഉള്ളവർ തന്നെ ആയതുകൊണ്ടാണ് അത്ര ഞാൻ ക്ഷമിച്ചത്. അത് പുറത്തുള്ളവർ ഒറ്റ വാക്ക് ഒരു ദിവസമേ പറയുള്ളൂ സാർ, ഒറ്റ വാക്ക്. അതിനുശേഷം പിന്നെ നമ്മളെ മുഖത്ത് പോലും തൻ്റെ അടുത്തോട്ട് എന്തടാ എന്ന് ചോദിച്ചാൽ ഏതടാ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരും നമ്മുടെ പൈസയും കൊണ്ട് പോകുക. ഒറ്റ കാര്യമുള്ളൂ, ഇത് എല്ലാ ആളുകൾക്കും ഞാൻ പറഞ്ഞ ഓരോരുത്തരുടെയും കുടുംബ പശ്ചാത്തലങ്ങളും അവരുടെ അവസ്ഥകളും ഒക്കെ വളരെ വ്യത്യസ്തമാവും. അതിനകത്ത് വിദ്യാഭ്യാസത്തിന്റെ ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഓരോരുത്തരുടെയും ഓരോ മാനസികാവസ്ഥയിലൂടെ പോകുന്ന ചില സന്ദർഭങ്ങളിൽ ചിലരോർക്കും ഇവര് നമുക്കൊരു പിടിവള്ളിയാവും, അല്ലെങ്കിൽ നമുക്കൊരു ആശ്രയമാവും എന്നൊക്കെ പല ധാരണകളുണ്ടാവും. പിന്നീടാണ് അതൊക്കെ വെറും വ്യർത്ഥമാണെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞിരിക്കും.
അല്ലെ സമയം സാറേ ഒരു സിനിമ താമസിക്കുമായിരിക്കും. കണ്ടിട്ടുണ്ടോ സാറ്? ഹിറ്റ്ലർ എന്ന് പറഞ്ഞ ആ സോമൻ കഥാപാത്രമല്ല, സോമൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അവൾ ഒന്ന് എതിർത്തിരുന്നെങ്കിൽ ഞാൻ അത് ആ ഒരു സാഹചര്യത്തിൽ ചെന്ന് പെടില്ലായിരുന്നെന്ന്, അപ്പോഴവളും പ്രായപൂർത്തിയായി എന്ന് അപ്പോഴാ തോന്നിയതെന്ന് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇവള് ഹസ്ബൻഡിനായിട്ട് പിണങ്ങി നിന്നപ്പം അവളെല്ലാം ഇതറിഞ്ഞു കഴിഞ്ഞപ്പം ഇത്രയും വർഷങ്ങളായിട്ട് ഇന്ന് അവള് വെളിപ്പെടുത്താൻ വന്നിരിക്കുക 21 നടന്ന സംഭവം വീണ്ടും. അല്ല അതിനകത്തൊന്നല്ല. അല്ലല്ല, വീണ്ടും നമ്മൾ ആ വിഷയത്തിൽ വരും. അവള് 2021 അല്ലെ 2010 നടന്ന സംഭവം അന്ന് വെളിപ്പെടുത്താത്തതിന് അതിന് കാരണമുണ്ട്. അപ്പം ഇന്ന് അതിന് എന്ത് കാരണങ്ങൾ തന്നെയാണെങ്കിലും നമ്മൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇതിന്റെ എതിർവശത്ത് നിൽക്കുന്നവൻ ഒരു പാതിരിയാണ്, ഒരു അത് സഭയുടെ സത്യം സാറേ, ഇടയനാണ്. പാതിരിയല്ല. അതേ ഉള്ള വിഷയം. ഇവർ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തതാണെങ്കിൽ പോലും, ഇവര് അദ്ദേഹത്തെ വലവീശി പിടിച്ചതാണെങ്കിൽ പോലും ഇവൻ അതിനകത്ത് വീഴാൻ പാടുണ്ടോ? പാടില്ല പാടില്ല പാടില്ല. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രിൻസിപ്പല് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമ്മളല്ലേ ചിന്തിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഒരു പൗരോഹിത്യത്തിൽ നിൽക്കുന്ന ഒരുത്തൻ അവന്റെ നിലയും വിലയും നോക്കേണ്ടത് അവനല്ലേ? അവൻ ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാണിക്കുമ്പോൾ ആരെങ്കിലും വരുമ്പോൾ അതിനകത്ത് വീണ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ പിന്നെ എന്ത് ഇടയനാ? ഇവൻ എന്ത് കുർബാന ഒന്നുമല്ല. ചൊല്ലാൻ അത് അല്ലെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് ഇവന് പൗരോഹിത്യം സമ്മതിച്ചു എന്ത് അവകാശമുള്ളേ? ഇതുപോലെ പലരും വരാം. ഇതുപോലത്തെ പൂർണ്ണമായിട്ട് 100 സ്ത്രീകൾ സമ്മതിക്കുന്നു സാർ. വരാതിരിക്കുന്നേ. വിവരമുള്ളവരെ ഒരു മനുഷ്യരുടെ അടുക്ക്, ഒരു കൊച്ചു പിള്ളേരെ പോലും, ഒരു തിരുമേനി സാർ വിളിച്ചു അവരോട് സംസാരിക്കുന്നതും, അയ്യോ അപ്പച്ചാ ഞാനങ്ങ് ക്ഷമിക്കണേ അപ്പച്ചാ എന്നൊക്കെ പറഞ്ഞ് ഒരു 70 വയസ്സുള്ളൊരു പിന്നെ തിരുമേനി കൂട്ടുകിടക്കാൻ പോയ പിള്ളേരോട് ചെയ്തത്, എന്നിട്ട് അപ്പച്ചാ ക്ഷമിക്കണേ ആ ചെയ്തത് പ്യാസ് കയറിയതാണെന്ന് ഞാൻ എല്ലാ സാറിന്റെ കേൾക്കുന്നുണ്ട്. പലപ്പോഴും വിളിക്കണം തോന്നിയാല് എനിക്കിത് ഇപ്പോഴും കേട്ടപ്പം ഇവരോട് കൂടുതൽ ഇവരുടെ എല്ലാം കേട്ടപ്പോ എനിക്കൊട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സാറേ. അതോടൊപ്പം നമ്മൾ മറുസൈഡും കൂടെ ഒന്ന് ചിന്തിച്ചാൽ മതി. അച്ഛനെ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അച്ഛൻ ഒട്ടും ശരിയല്ല. ഒരു കുർബാനയ്ക്ക് ചെന്ന ഒരിക്കലും മദ്യപിക്കരുത് അച്ഛന്റെ മുന്നിൽ നമ്മൾ പറയാൻ അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ ഇതുണ്ട്, ഇവള് നല്ലവളാണെന്ന് നമ്മൾ അല്ല നമ്മളിപ്പോ അവര് നല്ലവരാന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ അവർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ ഒന്നുമല്ലല്ലോ നമ്മുടെ ശ്രമം. നമ്മൾ പറയുന്നതിന്റെ i2 ന്യൂസ് ഇത് വാർത്തയാക്കുന്ന രസം എന്താ? ഒന്ന്, ഈ പൗരോഹിത്യ വർഗത്തിൽ നിൽക്കുന്നവരോട് ഒരു അകലം പാലിക്കുക. ഇവന്മാർ ദൈവത്തിന്റെ പുരുഷന്മാരല്ല, ഇത് വെറും ഒരു കൂതാശ തൊഴിലാളികളാണ്. ഇവൻ ഈ നൈറ്റി മാറ്റിയാൽ ഇവൻ വെറും പച്ച മാംസം ഉള്ള വികാര വിചാരങ്ങളുള്ള വെറും ഒരു സാധാരണ മനുഷ്യനാണ്. ഇവൻ ഒരു പേർക്ക് റം കണ്ടാലോ ഒരു പെണ്ണിനെ കണ്ടാലോ ഇവൻ അവിടെ കമന്നു വീഴുന്ന വെറും ബലഹീനരും ഭാവിയുമായ വെറും നല്ല മനുഷ്യരാ സാറേ. എത്ര നമ്മൾ സാധാരണപ്പെട്ടവരാ. ഒരു മനുഷ്യർക്ക് എന്ത് ഉപകാരം ചെയ്യണം, എന്ത് സഹായം ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര സാധാരണ. എന്റെ ഹസ്ബൻഡ് ഒരു ഓട്ടോ ഓടിക്കണം 18 വർഷമായി. നല്ല രീതിയിൽ തന്നെ ഇന്ന് വരെ ഒരു പേരുദോഷം ഒരു പെറ്റി കേസ് പോലും ഇന്ന് വരെ 18 വർഷമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഞാൻ പറയാം, അങ്ങനെ പോലും എത്ര ചെറുപ്പക്കാർ പെൺപിള്ളേരെ രാത്രി സമയങ്ങളിലൊക്കെ അവരുടെ രക്ഷിതാക്കളെ ഒറ്റയ്ക്ക് നമ്മുടെ വണ്ടിയെ കൊണ്ടുപോകാൻ തയ്യാറാകും. എൻ്റെ വണ്ടി താമസിച്ച് വരുന്നവരെ, ജോലിക്ക് പോയിട്ട് വരുന്നവരെ ഒക്കെ രാത്രി കൊണ്ടുപോകാൻ 18 വർഷമായി ഇന്ന് വരെ കുഞ്ഞെ മോളെ എന്നല്ലാതെ വിളിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വികാര വിചാരങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന് വിവേകമുണ്ട്. അപ്പനാരാ, അമ്മയാരാ, പെങ്ങളാരാ, സഹോദരങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധം. അത് പുരോഹിതനായതുകൊണ്ട് കിട്ടണമെന്നില്ല, ഡോക്ടറായതുകൊണ്ട് കിട്ടണമെന്നില്ല, IAS ഓഫീസറോ മന്ത്രിയോ ആയതുകൊണ്ടോണമെന്നില്ല. ഈ ഒരു സാമാന്യ ബോധം ആളുകൾക്ക് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രമേ നമ്മൾ കൊടുക്കുന്നു. അല്ലാതെ അച്ഛനെ ക്രൂശിക്കാനോ മറ്റാരെങ്കിലും വെള്ളം പൂശാനോ ഉള്ള ശ്രമം ഇല്ല. അച്ഛൻ നല്ലതല്ല, ഒരിക്കലും അച്ഛൻ നല്ലതല്ല. അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ ഈ ഇത് വിട്ടിട്ട് പോകാമല്ലോ, വിട്ടിട്ട് കല്യാണം കഴിച്ച് പോകാമല്ലോ. അച്ഛൻ പറയുന്ന കേട്ടില്ലേ, എനിക്ക് ലോക ഒരു വീട്ടിൽ ചെന്നിരുന്നാലും ഒരു പ്രശ്നമില്ലെന്ന്. എങ്കിൽ ആ ലോക ഊരി അങ്ങ് പോയിക്കൂടെ? ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് ഇപ്പൊ വട്ടം കൂടി എന്തുകൊണ്ടാ നിൽക്കുന്നത്? ഇവൻ അങ്ങനെയാണ്, ഇവനെ സസ്പെൻഷൻ നിർത്തിക്കുക. അവൻ അറിയാവുന്ന പണി, അവന് വല്ല ഓട്ടോ ഓടിക്കുകയോ വല്ല പ്ലംബിംഗ് പരിപാടിക്ക് പോവുകയോ അവന് പറ്റാവുന്ന പണിക്ക് ജീവിക്കാമല്ലോ. അവനൊന്നും ഓട്ടോ ഓടിക്കാനും കൊള്ളത്തില്ല സാറേ. ഓട്ടോ ഓടിച്ചാ ഒരു പെണ്ണുങ്ങളെയും കയറ്റാനൊക്കത്തില്ല. എന്നിട്ട് അവനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, അവരൊക്കെ ഈ പണിയുടെ സുഖം അനുഭവിച്ചുകൊണ്ടാണ് അവൻ വീണ്ടും കാത്തിരിക്കുക സസ്പെൻഷൻ പിൻവലിച്ചിട്ട് അകത്ത് വീണ്ടും കൂതാശപ്പണിയുമായിട്ട് തുടരാൻ. അതാ സാറേ, സഭയിലുള്ളവരെ മുക്കും. പോലീസ് സേനയിലുള്ളവരാരെങ്കിലും ചെയ്താൽ അവര് മുക്കും. എവിടെ ചെന്നാലും നമുക്ക് സാധാരണപ്പെട്ടവർക്ക് ഒരു നീതിയില്ല. അതാണ് ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. കൊടുക്കാവുന്ന മിനിമം ശിക്ഷ ഇതാ. അത് ശരിയാ, അതിനു വേണ്ടിയിട്ടാണെങ്കിൽ നല്ലത്. അത്രേ ഉള്ളൂ. പാതിരി വെള്ളം അടിച്ച് വാള് വെച്ചിരിക്കുന്നത് കണ്ടാൽ പോലും അടിമ കുഞ്ഞാടുകൾ പറയും അത് അച്ഛൻ വീഞ്ഞുകൊണ്ട് അത്തപ്പൂക്കളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്ന്. പാതിരിയുടെ ചാബല്യം കണ്ടാൽ പറയും പരിശുദ്ധ റൂഹ ഇറങ്ങി വരുന്നതാണെന്ന്. ഈ മുണ്ണകൾ എന്ന് നന്നാകും എന്റെ കർത്താവേ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.